അചഞ്ചലമായ വിശ്വാസവും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു വാക്കുണ്ട്, ഈ സമുദായത്തോട് 13 കൊല്ലം മുഹമ്മദ് നബി മദ്യപിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ സമൂഹം മാറുമായിരുന്നില്ല. മുഹമ്മദ് നബി നിരന്തരമായ 13 കൊല്ലം അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിച്ചു, പരലോക ജീവിതത്തെ പഠിപ്പിച്ചു. സലഫി പ്രസ്ഥാനം എന്നും ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള ഈ കാര്യമാണ്. അള്ളാഹുവിന്റെ ഏകത്വവും പരലോകവും ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യർ തീർച്ചയായും മാറും. ഈ ബോധമില്ലാത്തവർ അതിൽ നിന്ന് മാറുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് നിങ്ങളുടെ വീടുകളൊന്ന് നോക്ക്, നിങ്ങളുടെ വീടുകൾ നോക്ക്. ഫ്രിഡ്ജുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ, പറയുന്നത് 5 മിനിറ്റിനുള്ള അവസാനിപ്പിക്കും. ഒരു ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്, എല്ലാ റൂമിലും കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാ മക്കളുടെ കയ്യിലും മൊബൈലുണ്ട്. അല്ലെ, 5000ന്റെ മൊബൈലാണ് 5 മക്കളെടുത്തുനിന്ന് കുട്ടിക്കോ 25,000 ആയോ? കമ്പ്യൂട്ടറിന് ഒരു 28 റുപ്യ വന്നോ? ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന് 10-28 റുപ്യ വന്നോ? അതിൽ കൂടുതലുള്ളൂ ഇല്ലേ? ഉണ്ട്. ഇതൊക്കെ വന്നോ? ഇതെല്ലാം ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ ഭൗതിക വസ്തുക്കളുള്ള ആ വീട്ടിൽ 1600 റുപ്യ കൊടുത്താൽ കിട്ടുന്ന ഖുർആന്റെ പരിഭാഷ 4 വോളി ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്നെ കൈപൊക്കിക്കൂടി. എത്ര പേരിൽ ഖുർആന്റെ പരിഭാഷ ഉണ്ട്? എത്ര പേരുടെ വീട്ടിൽ ഹദീസ് ഗ്രന്ഥമുണ്ട്? ഇല്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു കേട്ടോ, സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34-ാമത്തെ വചനം, വദുഖുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വീട്ടിൽ ഖുർആനും സുന്നത്തിനും പകരം സംഗീതവും സിനിമാ ഡയലോഗും ഗാനമേളകളും. നിങ്ങളിലെ മലപ്പുറം ജില്ലയിൽ ഒരു ട്രെയിൻ തട്ടിയിട്ട് മഫ്ത ധരിച്ച 2 മുസ്ലിം പെൺകുട്ടികൾ ഛിന്ന ഭിന്നമായിട്ട് പോയി. എന്താ കാരണം? എയർഫോൺ വെച്ച് സംഗീതം ആസ്വദിക്കുകയാണ്. ട്രാക്കിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു തള്ള വിളിച്ചു പറയണം, മക്കളെ ട്രെയിൻ വരുന്നു. എവിടെ കേൾക്കാനാ? പിശാചല്ലേ 2 ചെവിയിലും. പിശാചി കയറി ഇരുന്നതല്ലേ. എവിടെ നന്നാകാൻ? സംഗീതം ലോകത്ത് നന്നാക്കിയിട്ടുണ്ടോ? ഈ സംഗീത ആവശ്യം എന്ന് പറയുന്നവരോട് ഞാനും ചോദിച്ചോട്ടെ, സംഗീതം മനുഷ്യനിൽ മദ്യപാനത്തോട് വിരക്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? സംഗീതം മനുഷ്യനിൽ ലൈംഗികതയോട് വിരക്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? സംഗീതം മനുഷ്യനിൽ കൊലപാതകത്തോട്. സംഗീതമാണ് മനുഷ്യനെ കൊല ചെയ്യിപ്പിച്ചത്, സംഗീതമാണ് മനുഷ്യനെ വ്യഭിചരിപ്പിച്ചത്, സംഗീതമാണ് കാമുകനിൽ കാമുകിയിലും നിരാശ ഉണ്ടാക്കിയത്, സംഗീതമാണ് മനുഷ്യന്റെ അരാജകത്വം ഉണ്ടാക്കിയത്. ക്ഷേത്രത്തിലെയോ പള്ളിയിലെയോ ചർച്ചിലെയോ ഗാനമേളക്ക് പങ്കെടുത്ത് തിരിച്ചു വന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞാൻ യേശുദാസിന്റെ ഗാനം കേട്ടു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഉമ്മയെ ഇനി ആക്രമിക്കില്ല, ഞാൻ ഒരിക്കലും ഇനി കള്ളുകുടിക്കൂല. സംഗീതം കേൾക്കുന്തോറും മദ്യപാനം വർദ്ധിക്കും, സംഗീതം കേൾക്കുന്തോറും വ്യഭിചാരം വർദ്ധിക്കും, സംഗീതം കേൾക്കുന്തോറും കുഫർ വർദ്ധിക്കും. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട്, മാറുന്ന ലോകത്തിന്റെ വൃത്തികെട്ട മാറ്റത്തെ സാംശീകരിക്കാതെ ഒരു മുസ്ലിം എന്ന നിലയിൽ യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന അവസ്ഥാവിശേഷം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ഈ സമയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരിക, ആ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥം 2-ാം അധ്യായം 208-ാമത്തെ വചനമാണ്. ഞാൻ ആദ്യമായി ഊതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു പറയാണ്, ഈ സ്വർഗ്ഗം ആർക്കുള്ളതാണ്? തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ, ആർക്കുള്ളതാണ് സ്വർഗ്ഗം? സ്വർഗ്ഗം ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ, ലാ യുരീദൂന ഉലവൻ ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, താൻ പോരിമ നടിക്കാത്ത, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് സുഖകരമായ പര്യവസാനം. എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത്, മൊബൈലിന്റെ ദുരുപയോഗം ലോകത്തിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ വീടുകൾ, ചാനലുകളും സിനിമകളും നമ്മെ വലിയ ദുരന്തത്തിലെത്തിച്ചു. അമ്മായി പോരിനും മരുവോട് തമ്മിലുള്ള ബന്ധങ്ങളിലുമെല്ലാം ശിഥിലീകരണത്തിൽ ചാനലുകൾ വലിയ പങ്കുവഹിച്ചു. ഇന്ന് ചെന്നിട്ട് മാറുന്ന ലോകത്തിലെ വൃത്തികേടുകൾക്കെതിരെ ഇന്ന് കേട്ട പ്രസംഗത്തിന് നിങ്ങൾക്ക് മാറ്റമുണ്ടോ? ആ മാറ്റം നിങ്ങൾ തുടങ്ങേണ്ടത് ചാനലുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ്. മൊബൈലിലെയും അതുപോലെയുള്ള കമ്പ്യൂട്ടറിലെയും ഒക്കെ ഇന്റർനെറ്റ് സൈബർ സെക്സുകൾ അത് ആസ്വദിക്കുന്ന സമ്പ്രദായം, അതിന്റെ പോസിറ്റീവായ വശങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് മികച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ന് നിങ്ങൾ മോചനം നേടുന്നുവോ, അന്നേ ഈ അസാംസ്കാരികമായ ഈ തിന്മകളുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ നമുക്കതിൽ മെച്ചമുണ്ടാകൂ. നമ്മുടെ മക്കൾ എന്ത് SMS ആണ് അയക്കുന്നത്? നമ്മുടെ മക്കളിൽ
മക്കളുടെ മൊബൈൽ നമ്പർ ആരുടേതാണ്, നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്നത് എവിടെ, അവരുടെ ജീവിതം എന്താണ്, ഫുൾ ടൈം അവരോടൊപ്പം ഒരു മനസ്സെങ്കിലും ഉണ്ടാകാൻ, ഒരു സലാം പറയാൻ, അവരെ കൂടെ കൂട്ടാൻ, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ, അവർ പഠിക്കുന്ന കോളേജിൽ പോകാൻ, അവരുടെ പ്രിൻസിപ്പാളിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ, എന്റെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഇന്നത് ശ്രദ്ധിക്കണമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു നല്ല മനസ്സ് ജീവിതത്തിന്റെ തിരക്കിനും പ്രാരാബ്ദങ്ങൾക്കിടയിലും പെടാപ്പാടുകൾക്കിടയിലും മറന്നു പോകുന്നുണ്ട്. നമ്മുടെ മക്കളെ നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ അതുവഴി നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ ഊശ്വര ഹൃദയം പേറിയ നമ്മുടെ മക്കൾ സ്നേഹം തേടി പലതിലും എത്തിപ്പെട്ടിട്ടുണ്ട്. അതുവഴി മയക്കുമരുന്നിലെത്തിയിട്ടുണ്ട്, എല്ലാ തിന്മകളിലും എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. സഹോദരന്മാരെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നെഞ്ചിലേറ്റാനുള്ള ഒരു മനസ്സ്, ഇസ്ലാമിനെ നെഞ്ചിലേറ്റാനുള്ള ഒരു മനസ്സ്, അഭിമാനത്തോടുകൂടി നെഞ്ചിലേറ്റാനുള്ള ഒരു മനസ്സ് കണ്ടില്ലേ നിങ്ങൾ? കോടിക്കണക്കിന് നെരികുമ്പം കിട്ടിയിട്ട് പ്രശ്നം വെച്ചുപോലെ. എന്ത് പ്രശ്നം ഇന്നലെ കണ്ടില്ലേ? അത് തൊട്ടാ ദൈവകോപം ഉണ്ടാവും. ആ ദൈവത്തോട് ലാൽ സലാം. ഏത് മാനവതക്ക് ഉപകാരപ്പെടുന്ന പൊന്ന് തൊട്ടാ ദൈവത്തിന് ഇളകും പോലെ. ആ ദൈവത്തെ ആർക്ക് വേണോ? ആർക്ക് വേണം? ലോകത്തിന്റെ വമ്പിച്ച ദുരന്തം ഉണ്ടാവുന്നു. ഈ പോട്ടപ്പോയത്തം പറഞ്ഞവർക്ക് മാർഗദർശനം ചെയ്യാൻ മുസ്ലിം കൈലകയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പ് പോയി പ്രസംഗിച്ചു ഈ വിഷയം. നിധി ഖുർആൻ വഴി കാട്ടുന്ന കേസറ്റിന്റെ പേര് ഒന്ന് വാങ്ങിക്കേട്ടോടെ നിങ്ങൾ, നന്നാവും. കോടിക്കണക്കിന് അള്ളാന്റെ ഖുർആൻ പറയണെന്നറിയോ? കോടിക്കണക്കിന് സ്വർണ്ണവാസിയും എടുത്തുവെച്ചോ കെട്ടിപ്പുട്ടിവെച്ചാ അതുകൊണ്ട് തന്നെ ഞാൻ വിടൂല, കാത്തിച്ചു കളയുന്നില്ല ഞാൻ. ഇവിടുത്തെ ദൈവം പറയാണത്രേ, അത് തൊട്ടാ ഞാൻ കോപിക്കുന്നു. പാവപ്പെട്ടവൻ അന്നം കൊടുക്കല്ലേ, ഞാൻ ആ ജാതി സാധന എന്റെ ദൈവം. എങ്ങനെയുണ്ട്? പ്രശ്നം വെച്ചവരാരാ? അവിടുത്തെ പുരോഹിതന്മാര് അവരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. കാരണം എന്താ പറയുക, ഇത് ജനങ്ങൾക്ക് കിട്ടുന്ന വിത്ത് ചർച്ച നീങ്ങുക, ഇത് പൊതുജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചർച്ച നീങ്ങിയപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൊള്ളക്കാരുണ്ടല്ലോ, ഈ ഹിന്ദു ക്ഷേത്രത്തെ കൊള്ള ചെയ്യുന്ന ഹിന്ദു സമൂഹത്തിലെ പട്ടന്മാര്, ഓരെന്ത് തരണമെന്നറിയോ? നിങ്ങൾ പ്രശ്നം വെച്ചോടി, ഇങ്ങനെ പറഞ്ഞോളി. അത് പറയുന്നതിന് നിങ്ങൾക്ക് 1 കോടിയോ 2 കോടിയോ ഞങ്ങൾ തരും. നിങ്ങൾ പറയണം ഇവിടെ ദുരന്തമുണ്ട്, അതാപ്പം നടന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതം സ്വത്തും സ്വർണവും കൂടിക്കിടന്നിട്ട് പാവപ്പെട്ടവൻ പട്ടിണിയിരുന്ന് മരിച്ചാലും അത് തൊട്ടാ ദൈവം കോപിക്കുന്ന ആ ദൈവത്തിന് ആർക്ക് വേണം? മനുഷ്യരെ ആർക്ക് വേണം? അതുകൊണ്ട് ഇസ്ലാമിന്റെ അജയ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഖുർആനിലെ 3-ാം അധ്യായം 14-ാമത്തെ വചനം തന്നെ എന്താണെന്നറിയ? സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി വെച്ചവനെ അത് രണ്ടും കൊണ്ടുവന്ന് അവന്റെ ഇരുപാർശ്വങ്ങളിൽ തീ കത്തിച്ച് ചാമ്പിച്ചു കളയവനെ. അതുകൊണ്ട് കൊടുക്കീൻ, സർവത്ര കൊടുക്കീൻ, ദാനം ചെയ്യീൻ എന്നാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒരു കാലഘട്ടത്തിലും സ്വത്ത് കുമിഞ്ഞുകൂടിയൊരവസ്ഥയല്ല, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം അജയ്യമാണ്, അഭിമാന പുരസ്സരം. ഗാന്ധി പാർക്കിൽ നടന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ പ്രസംഗത്തിൽ അഭിമാന പുരസ്സരം ഹൈന്ദവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളാകൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ഹിന്ദുക്കളായി ജീവിച്ചാൽ നിങ്ങൾക്ക് നരകം, നിങ്ങൾക്ക് അധമത്വം, നിങ്ങൾക്ക് അടിമത്തം. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? പരസ്യമായി ചോദിച്ചു. അതാണ് ഇസ്ലാം. പരസ്യമായി പറയാം. അള്ളാഹുവിന്റെ ദീനിനെ താത്വികമായി അവതരിപ്പിക്കുക, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗവും നരകത്തിന്റെ കാര്യത്തിൽ 3 മതങ്ങൾക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഒറ്റ മതത്തിനല്ലാതെ, ഒറ്റ മതത്തിന്റെ അനുയായികൾക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശനമില്ല. അത് അള്ളാഹുവിന്റെ മതത്തിന്റെ അനുയായികൾക്ക്, അല്ലാതെ കാനേശുമാരി മുസ്ലിങ്ങൾക്കല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.